കുറ്റമറ്റ രീതിയിൽ ഒരു ഇലക്ഷൻ പ്രോസസ്സ് നടത്തി തീർക്കുന്നതിൽ BLAമാർക്ക് വലിയ പങ്കാണുള്ളത്. ഇലക്ഷൻ നടക്കുന്നതിൻ്റെ തലേദിവസം ASD ലിസ്റ്റ് BLO തയ്യാറാക്കിയത് വാങ്ങി ആവശ്യമായ തിരുത്തലുകൾ ASD ലിസ്റ്റ് ആബ്സെൻറ്റീസ്, അതുപോലെ ഷിഫ്റ്റഡ്, ഡെത്ത് അങ്ങനെയുള്ളവരുടെ പേരുകളെല്ലാം അതിനകത്ത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയ ഒരു വോട്ടർ പട്ടിക കയ്യിൽ നിർബന്ധമായിട്ടുണ്ടായിരിക്കുന്നത് ഏറ്റവും ആവശ്യമാണ്. അതുപോലെ തന്നെ മോക്ക് പോൾ എപ്പോൾ നടത്തുമെന്ന് ബന്ധപ്പെട്ട പ്രിസൈഡിംഗ് ഓഫീസറോട് ചോദിച്ച് പോവുകയും ആ സമയത്ത് അവിടെ നിർബന്ധമായി ഹാജരാകുകയും ചെയ്യണം. മിക്കവാറും പോളിങ്ങിന് 1.5 മണിക്കൂർ മുമ്പ്, അതായത് രാവിലെ 5:30 മോക്ക് പോൾ ആരംഭിക്കുന്നതെന്ന് BLAമാർ തിരിച്ചറിയണം. മോക്ക് പോൾ മിനിമം 50 വോട്ടാണ് ചെയ്യേണ്ടത്. അതിലെല്ലാ ക്യാൻഡിഡേറ്റിനും നോട്ടയ്ക്കും വോട്ട് ചെയ്യണം. എല്ലാ ക്യാൻഡിഡേറ്റിനും നോട്ടയ്ക്കും ഈ മോക്ക് പോളിൽ വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യുമ്പോൾ VVPATൽ കൃത്യമായി ചെയ്ത ആൾക്ക് തന്നെ വോട്ട് വീഴുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും വേണം. എത്ര വോട്ട് ഓരോ സ്ഥാനാർത്ഥിക്കും മോക്ക് പോളിൽ ചെയ്തു എന്ന് ആദ്യമേ തന്നെ എഴുതി വെക്കണം. ഓരോ സ്ഥാനാർത്ഥിക്കും, ഓരോ ഏജന്റുമാരായിരിക്കും ചെയ്യുന്നവർ എത്ര വോട്ട് ചെയ്തു എന്ന് എഴുതി വെക്കണം. റിസൾട്ട് ബട്ടൺ ഞെക്കുമ്പോൾ വരുന്നത് കൃത്യമാണോ എന്ന് പരിശോധിക്കുകയും ചെയ്യുക. അതുപോലെ VVPATൽ വീണ് കിടക്കുന്ന സ്ലിപ്പ് 50 എണ്ണവും എണ്ണി ആർക്ക് എത്ര വീതം, 50 എണ്ണം എണ്ണണം. എന്നിട്ട് ആർക്ക് എത്ര വീതം എന്ന് പരിശോധിച്ച് 3 ഫലങ്ങളും, അതായത് ഒന്നാമത് എഴുതി വെച്ച ഫലം, രണ്ടാമത് റിസൾട്ട് ബട്ടൺ ഞെക്കി വരുമ്പോൾ അതിൻ്റെ ഡിസ്പ്ലേയിൽ കാണുന്ന ആ റിസൾട്ട്, 3 VVPATൻ്റെ സ്ലിപ്പിൻ്റെ എണ്ണം, VVPATൽ എത്ര വോട്ടാണ് ചെയ്ത സ്ലിപ്പിൻ്റെ എണ്ണം, ഇത് 3 കൂടി നോക്കണം. ഇത് 3 ഒന്നായാൽ മാത്രമാണ് ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കറക്റ്റാണ് എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അത് നോക്കേണ്ട ഉത്തരവാദിത്വം എല്ലാ ബൂത്തിലും സ്ഥാനാർത്ഥികൾക്ക് ചെല്ലാൻ കഴിയില്ലാത്തതുകൊണ്ട് നോക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? BLAമാർക്കാണ്. ഓർമ്മിക്കുക, VVPAT സ്ലിപ്പിൽ 50 വോട്ട് കൂടാതെ 7 സ്ലിപ്പ് വോട്ടല്ലാത്തത് കൂടി ഈ മോക്ക് പോളിങ്ങിൻ്റെ അതിനകത്ത് ഉണ്ടാകും. ഇനി മോക്ക് പോൾ സർട്ടിഫിക്കറ്റിന് പോളിംഗ് ഏജൻറ്റുമാർ പേരെഴുതി ഒപ്പിടേണ്ട ഒരു ഘട്ടമുണ്ട്. അത് കഴിഞ്ഞ് മോക്ക് പോൾ ചെയ്ത് കഴിയുമ്പോഴാണ് ഇനി യഥാർത്ഥ പോളിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഇനി പറയുന്നത്. കൺട്രോൾ യൂണിറ്റ് സീൽ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഗ്രീൻ പേപ്പർ സീലുണ്ട്. കൺട്രോൾ യൂണിറ്റ് സീൽ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഗ്രീൻ പേപ്പർ സീൽ, സ്പെഷ്യൽ ടാഗ് എന്നിവയിൽ പ്രിസൈഡിംഗ് ഓഫീസറുടെ നിർദ്ദേശാനുസരണം പോളിംഗ് ഏജൻറ്റ് നിർബന്ധമായും പേരെഴുതി ഒപ്പിടണം. അവിടെ സ്ട്രിപ്പിൻ്റെ നമ്പർ അതിൽ കാണാം, അതുപോലെ ഒപ്പിടാം. അതുപോലെ VVPAT അഡ്രസ് ടാഗിലും ഒപ്പിടേണ്ടതുണ്ട്. ഇതിൻ്റെ ചില ഏജൻറ്റുമാരെല്ലാം ഇതിൻ്റെ ഫോട്ടോ എടുത്ത് സൂക്ഷിച്ച് അവരവരുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലൊക്കെ കൊടുത്ത് കൗണ്ടിങ് സമയത്ത് ഈ തങ്ങൾ കൊടുത്തത് തന്നെയാണോ അവിടെ എത്തിയിരിക്കുന്നതെന്നൊക്കെ ഉറപ്പുവരുത്താറുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ട്. മിനിമം അതിൻ്റെ നമ്പറുകൾ എങ്കിലും രേഖപ്പെടുത്തി വയ്ക്കുകയും കൗണ്ടിങ്ങിൻ്റെ സമയത്ത് അത് തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ട ഒരു പ്രോസസ്സുണ്ട്. ഇനി മോക്ക് പോൾ സ്ലിപ്പ് സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു കവറുണ്ട്. അത് പിങ്ക് പേപ്പർ സീൽ ഉപയോഗിച്ച് സീൽ ചെയ്യും. ആ പിങ്ക് പേപ്പർ സീലിലും പോളിംഗ് ഏജൻറ്റിന് ഒപ്പിടാവുന്നതാണ്. ഇനി കൺട്രോൾ യൂണിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മുഴുവൻ വോട്ടും, അതായത് മോക്ക് പോളിങ്ങിലെ വോട്ട്, അത് ഡിലീറ്റ് ചെയ്യുന്നതിനായി ക്ലിയർ ബട്ടൺ പ്രസ് ചെയ്തോ എന്നും മിഷനിലെ ടോട്ടൽ വോട്ട് 0 ആണോ എന്നും VVPATൻ്റെ ഡ്രോപ്പ് ബോക്സിൽ സ്ലിപ്പുകൾ ഒന്നും ഇല്ല എന്നും യഥാർത്ഥ പോളിങ്ങിന് മുമ്പ് ബന്ധപ്പെട്ട പ്രിസൈഡിംഗ് ഓഫീസർമാർ ഉറപ്പുവരുത്തുന്നത് ശ്രദ്ധിച്ച് നിന്ന് BLAമാർ കൂടി അത് ശ്രദ്ധിക്കണം. എന്താണ്? കൺട്രോൾ യൂണിറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന മുഴുവനോട്ടും ഡിലീറ്റ് ചെയ്യുന്നതിനായി ക്ലിയർ ബട്ടൺ പ്രസ് ചെയ്തു എന്നും മിഷനിലെ ടോട്ടൽ വോട്ട് 0 ആണോ എന്നും VVPATൻ്റെ ഡ്രോപ്പ് ബോക്സിൽ സ്ലിപ്പുകളൊന്നും ഇല്ല എന്നും യഥാർത്ഥത്തിലുള്ള പോളിംഗ് ഒന്നാമത്തെ വോട്ട് രേഖപ്പെടുത്തുന്നതിന് മുമ്പ് ഇത്രയും കാര്യം ചെയ്തു എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. താങ്ക് യു.